ബി.ജെ.പി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി വെച്ചിരുന്നത് അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ കാർഡ്, ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു കരുനീക്കമായിരുന്നു ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നത് ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു ആയുധമായിരുന്നു. രാഷ്ട്രീയ പോർക്കളത്തിൽ ഇത് രണ്ടും പരസ്പരം ഏറ്റുമുട്ടിയെങ്കിലും ജാതി സെൻസസ് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ അത് വോട്ടുകളായി മാറിയില്ല. ബി.ജെ.പി. 5 ഇടങ്ങളിൽ 3 ഇടങ്ങളിലും വിജയിക്കുന്നു, കോൺഗ്രസ് ഒരിടത്ത് മാത്രം വിജയിക്കും. ഇനി ഈ പറഞ്ഞ ജാതി സെൻസസ് ഏറ്റവും പ്രധാനമായ രീതിയിൽ വലിയ ചർച്ചാ വിഷയമായി നിലകൊള്ളുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് അത്രമേൽ ശക്തിപർവ്വതമായി നിൽക്കുന്ന ഇടമാണ് കർണാടക. ഡി.കെ. ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും ഒക്കെ നേതൃത്വത്തിൽ അങ്ങനെ ശക്തമായി നിൽക്കുമ്പോഴാണ് കർണാടകയിൽ വലിയ ഭിന്നിപ്പുണ്ടാകുന്നു എന്ന സൂചന പുറത്തു വരുന്നു. കാരണം അവിടെ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല, ജാതി സെൻസസ് വേണ്ട എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലിംഗസമുദായം കൊടുത്ത അപേക്ഷയിൽ, മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കൊടുത്ത അപേക്ഷയിൽ ബി.ജെ.പിക്കൊപ്പം കോൺഗ്രസ് മന്ത്രിമാരും ഒപ്പുവെച്ചിരിക്കുന്നു. ഒപ്പം ഡി.കെ. ശിവകുമാറും ഇതിനെ അനുകൂലിക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതേ കർണാടകയിലെ ബി.ജെ.പി. MLA-മാർക്കൊപ്പം തന്നെ കോൺഗ്രസും പറയുകയാണ് ജാതി സെൻസസ് വേണ്ട എന്ന്. കേന്ദ്ര നേതൃത്വം, കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം പറയുന്നു ജാതി സെൻസസ് ആണ് ഏറ്റവും പ്രധാനമായി ഇന്ത്യയിൽ നടത്തേണ്ടതെന്ന് പറയുമ്പോൾ കർണാടകയിലെ കോൺഗ്രസ് പറയുകയാണ്, കർണാടകയിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം, അതായത് ഡി.കെ. ശിവകുമാർ അടക്കമുള്ള ഒരു വിഭാഗം പറയുന്നു ജാതി സെൻസസ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ തീരുമാനം കോൺഗ്രസിനുള്ളിൽ, കർണാടക കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ ഒരു സഖ്യത്തിന്റെ ഇന്ത്യ എന്ന മഹാസഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കോൺഗ്രസിലടക്കം, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലടക്കം വലിയ വിള്ളലുകൾ സൃഷ്ടിക്കും. ബി.ജെ.പി. ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ എതിർവിഭാഗത്തിൽ നിൽക്കുന്നതിൽ സംശയിക്കേണ്ട, സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറഞ്ഞ ഒരു കാര്യം ജാതി സെൻസസ് വേണമെന്ന് AICCയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഉത്തരവിനെ ഡി.കെ. ശിവകുമാറിനെ പോലെ കോൺഗ്രസിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന ഒരാൾ, ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന ഒരു മനുഷ്യൻ അത് വേണ്ട എന്ന് പറയുമ്പോൾ, അത് നടത്തണ്ട എന്ന് പറയുമ്പോൾ അതിന് സമുദായങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയപരമായി വലിയ ധ്രുവീകരണത്തിന്റെ ഭാഗമാകുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2017 ജാതി സെൻസസ് റിപ്പോർട്ട് പൂർത്തിയാക്കുന്നത്. ആ ജാതി സെൻസസ് റിപ്പോർട്ട് കർണാടകയിൽ നടപ്പാക്കാൻ സാധ്യമല്ല, കർണാടകയിൽ അത് വരാൻ പാടില്ല എന്ന് ബി.ജെ.പിയോട് ഒപ്പം തന്നെ ചേർന്ന് നിന്ന് പറയുകയാണ് കോൺഗ്രസിന്റെ മന്ത്രിമാർ. ഈ ഭിന്നിപ്പിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കുമാരസ്വാമി പറയുകയുണ്ടായി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കർണാടകയിലെ കോൺഗ്രസിൽ വലിയ ഭിന്നിപ്പുണ്ടാകാൻ പോകുന്നു, കർണാടക കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തങ്ങളുടെ 50 MLA-മാരുമായി ബി.ജെ.പിയിലേക്ക് ചേരാൻ പോകുന്നു എന്ന് പറയുന്ന ആ വാക്കുകൾക്ക്, കുമാരസ്വാമിയുടെ ആ വാക്ക് വെറും വാക്കല്ല എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾക്ക് ഇടം വരികയാണ്. ഡി.കെ. ശിവകുമാർ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഭിന്നിപ്പ് പ്രകടിപ്പിക്കുന്നതോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ നിന്ന് 50 MLA-മാരുമായി ബി.ജെ.പിയിലേക്ക് പോകുന്ന ആ വലിയ നേതാവ് ഡി.കെ. ശിവകുമാർ ആകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2017 ഈ റിപ്പോർട്ടിനെ തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലിംഗായത്ത് സമുദായം അപേക്ഷ നൽകുന്നു. ആ അപേക്ഷയിൽ ബി.ജെ.പി. MLA-മാർക്കൊപ്പം കോൺഗ്രസിന്റെ മന്ത്രിമാരും ഒപ്പുവെക്കുന്നു. അപ്പോ അവർ പൂർണ്ണമായും ബി.ജെ.പിക്ക്, അതായത് ഒരു കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന് ബി.ജെ.പിയോട് ഒരു സഖ്യം ചേരലിനുള്ള ഒരു ത്വരയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ദേശീയ നേതൃത്വം നേരിട്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു ഭിന്നാഭിപ്രായത്തോടു കൂടി ബി.ജെ.പി. MLA-മാർ ഒപ്പിട്ട അതേ നിവേദനത്തിൽ കോൺഗ്രസ് മന്ത്രിമാരും ഒപ്പിടുന്നത്. ബി.ജെ.പി. MLA-മാർ ഒപ്പിട്ട നിവേദനത്തിൽ കോൺഗ്രസിലെ 3 MLA-മാരും ചീഫ് വിപ്പുമാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. MP പാട്ടീൽ, ഈശ്വർ ഖണ്ഡ്രെ, ശിവാനന്ദ് പാട്ടീൽ, ചീഫ് വിപ്പ് അശോക് പട്ടാൻ എന്നിവരാണ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. വൊക്കലിംഗ സമുദായം കഴിഞ്ഞ തവണ കൊടുത്തിരുന്ന നിവേദനത്തിൽ ഡി.കെ. ശിവകുമാർ, കോൺഗ്രസിന്റെ കരുത്തനായ ഡി.കെ. ശിവകുമാർ ബി.ജെ.പി. MLA-മാർ വേണ്ട എന്ന് പറയുന്ന ജാതി സെൻസസിനെ അംഗീകരിക്കുന്ന തരത്തിൽ വൊക്കലിംഗ കൊടുത്ത അപേക്ഷയിൽ ഡി.കെ. ശിവകുമാർ ഒപ്പുവെക്കുന്നു. കോൺഗ്രസിന്റെ AICCയുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെ അതിൽ ഡി.കെ. ശിവകുമാറിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. എന്താണ് കർണാടകയിലെ കോൺഗ്രസിൽ സംഭവിക്കുന്നത്? കുമാരസ്വാമി പറഞ്ഞതുപോലെ രണ്ടും 2 തട്ടിലേക്ക് പോവുകയാണ്. സിദ്ധരാമയ്യ ഒരു വിഭാഗം സിദ്ധരാമയ്യയോടൊപ്പം, ഒരു വിഭാഗം ഡി.കെ. ശിവകുമാറിനോടൊപ്പം ബി.ജെ.പിയിലേക്ക് ചേരാൻ പോവുകയാണോ എന്ന സംശയം നിഴലിക്കുന്ന തരത്തിലേക്കാണ് നിലവിൽ കർണാടകയിലെ കോൺഗ്രസിന്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അഖിലേന്ത്യാ വീരശൈവ മഹാസഭ അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ MLA-യുമായ ഷാമന്നൂർ ശിവശങ്കരപ്പയുടെ നേതൃത്വത്തിലുള്ള ലിംഗായത്ത് സംഘമാണ്
നിവേദനം നൽകിയിരിക്കുന്നത്. ലിംഗായത്ത് സമുദായം നൽകിയ നിവേദനത്തിൽ BJP MLA-മാർക്കൊപ്പം കോൺഗ്രസിന്റെ മന്ത്രിമാരും ഒപ്പുവെച്ചതിൽ അല്ലെങ്കിൽ DK ശിവകുമാർ അതിന് അനുകൂലിച്ച് നിലപാടെടുത്തതിൽ വലിയ മാറ്റങ്ങൾ കോൺഗ്രസിലുണ്ടാകുന്നു. അതായത് കർണാടക കോൺഗ്രസ് 2 തട്ടിലേക്ക് മാറാൻ പോകുന്നു എന്നതിന്റെ സൂചന ഉയരുന്നു. ഇത് ദേശീയ കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. AICICയിൽ വലിയ ഭിന്നിപ്പുകൾ ഉണ്ടാക്കും. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ സഖ്യത്തിനെ തന്നെ കാര്യമായി തന്നെ ബാധിക്കും. നിലവിലെ കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ കൃത്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും, കോൺഗ്രസിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്.